ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു വണ്ടി വാങ്ങണേക്കാളും തൊട്ട് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി എടുക്കാന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ നമ്മുടെ ഈ ഒരു വാഹനത്തിന് ഞാൻ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ വലിയ സ്ക്രാച്ചസോ അതുപോലെ തന്നെ ഡെന്റോ റീപെയിന്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഈ ഒരു വണ്ടിയിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഫുള്ള് ഞാൻ തറലി ചെക്ക് ചെയ്തതാണ്. അപ്പൊ അങ്ങനെയൊന്നും കാണാനില്ല. പക്ഷെ ഈ ഒരു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ സൈഡ് സ്ട്രക്ചർ ഉണ്ടല്ലോ, നമ്മുടെ ഇതിന്റെ ഒരു കവറിങ് ആയിട്ടുള്ള ഒരു സൈഡ് സ്ട്രക്ചറിന്റെ ഇവിടെ രണ്ട് പോർഷനിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. അതായത് ഞാൻ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പൊട്ടലാണ് നമുക്ക് ആദ്യം കാണാൻ സാധിച്ചത്. പിന്നീട് ഞാൻ ഹാൻഡിൽ ബാറിന്റെ ഈ ഒരു എഡ്ജ് ഉണ്ടല്ലോ, നമ്മുടെ ബാറിന്റെ അവിടെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ച് ഉണ്ട്. അതിന് എന്താ നമുക്ക് മീൻ ചെയ്യാന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട്. അതായത് വലിയ രീതിയിലുള്ള വീഴ്ചയല്ല, ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട്. വേറെ ഞാൻ നോക്കി അവിടെ ഇവിടെ ഒന്നും ഒരു വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കണ്ടില്ല. അപ്പൊ ടയർ നോക്കി കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ കിടക്കുന്ന ടൊളിൻസിന്റെ ടയറും അതുപോലെ നമ്മുടെ റിയർ സൈഡിൽ കിടക്കുന്ന അപ്പോളോയുടെ ടയറാണ്. ടയറിന്റെ കണ്ടീഷൻ നോക്കിയപ്പോൾ ഒരു 90% മേലെ നല്ല രീതിയിലുള്ള ട്രെഡുള്ള ആ ഒരു ടയറഞ്ഞ് കിട്ടുന്നത്. അപ്പൊ ടയറിന്റെ ഭാഗമൊക്കെ ഗുഡ് കണ്ടീഷനാണ്. ഓവറോൾ ലുക്കിൽ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സീറ്റിന് വല്ല നമുക്കിങ്ങനെ കീറിയിട്ടുണ്ടോ അല്ലെങ്കിൽ വല്ലവർക്കും സ്ക്രാച്ച് ഉണ്ടോ, ഈ പൂച്ച മാറ്റി പോലെയൊക്കെ നിലക്ക് ഇരിക്കുന്നുണ്ട്, അവിടെ ഓട്ടോ ഉണ്ടോ, അതൊക്കെ നമ്മൾ പ്രത്യേകം എടുത്ത് നോക്കാം. ഇലക്ട്രിക്കൽ സെക്ഷൻ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഫുൾ ഈ ഹാൻഡിൽ ബാറുമുള്ള സ്വിച്ചസ് നോക്കുന്നു, ലൈറ്റ് നോക്കുന്നു, ബാറ്ററിയുടെ പവർ, ഇതൊക്കെ ഇനി ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ലൈറ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു കീ സോക്കറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കണം. ഓണാക്കിയതിന് ശേഷം നമ്മൾ ലൈറ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കണം. അതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് സെൽഫ് അടിച്ച് നോക്കാം. സെൽഫ് അടിച്ചു. അപ്പോൾ ആ ലൈറ്റുകൾ നമ്മൾ അയച്ചിട്ട് വെച്ചിട്ട് ഓഫ് ചെയ്തു. ലൈറ്റുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇൻഡിക്കേഷൻ നോക്കുന്നു, എസ്ആർഡ് ലൈറ്റുകൾ നോക്കുന്നു. പാസ് അടിച്ചു നോക്കുന്നുണ്ട്. IBM അപ്പോൾ നമ്മൾ അതുപോലെ റിയർ സൈഡിൽ നമ്മൾ ബ്രേക്ക്, ഫ്രണ്ടിൽ ബ്രേക്ക് പിടിച്ച് നോക്കി, കത്തണ്ട. ഓക്കെ, നമ്മൾ റിയർ സൈഡിലെ ബ്രേക്ക്, അതായത് ഫ്രണ്ടിലെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ബാക്ക് സൈഡിൽ നമ്മുടെ ലൈറ്റ് കത്തുന്നുണ്ട്. അതുപോലെ നമുക്ക് റിയർ പെഡൽ ഒന്ന് ജസ്റ്റ് അമർത്തി നോക്കാം. അപ്പോൾ ആ ടൈമിൽ ഒന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലെങ്കിൽ ഈ സോക്കറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഒരു വല്ല നമുക്കിങ്ങനെ ടൈറ്റ്നെസ് അങ്ങനത്തെ എന്തെങ്കിലും ഫീൽ ചെയ്യേണ്ടോ നോക്കാം. ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് അത്രയും ടൈറ്റ്നെസ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ എല്ലായിടത്തും നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഇൻഡിക്കേഷൻസ് എല്ലാം വരുന്നുണ്ട്. മീറ്റർ കൺസോളിൽ എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മീറ്റർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണം. മോഡൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. മോഡൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ട്രിപ്പ് 2 ഓഡോ, പിന്നെ ആ ഒരു സെറ്റിങ്സിൻ്റെ തിരക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതൊക്കെയുണ്ട്. ടൈം, അതുപോലെ ഫ്യൂൽ ഇൻഡിക്കേഷൻ, ആ കാര്യങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സ്വിച്ച് കൺട്രോൾ നമ്മുടെ ഫസ്റ്റത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിൻ കിൽ സ്വിച്ച് ആണ്. ജസ്റ്റ് ഒന്ന് ഓണാക്കി ഓണാക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മോട്ടർ വർക്ക് ചെയ്ത ആ ഒരു സൗണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് സെൽഫ് അടിക്കാം. സെൽഫ് അടിക്കുമ്പോഴൊന്നും ജസ്റ്റ് ഒരു മിനിറ്റ്. ഓക്കെ, സെൽഫ് അടിച്ച് കഴിഞ്ഞപ്പോഴൊന്നും ഒരു ലാഗോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ നമുക്ക് എടുക്കാനായിരുന്നു കിക്കിന്ന് അടിക്കണ ആ ഒരു സൗണ്ട് കാര്യങ്ങളൊന്നും ഇല്ല. അതായത് ബാറ്ററി ഡൗൺ ആയിട്ട് എടുക്കണ ആ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് തോന്നിയില്ല. ജസ്റ്റ് ഒന്നുകൂടി നമുക്ക് ചെക്ക് ചെയ്യാം. മോട്ടർ ഒന്ന് സ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. സെൽഫ് അടിച്ചു, അപ്പോൾ തന്നെ വർക്ക് ചെയ്തു. ശരിക്കും നമ്മളിങ്ങനെ 2-3-4 തവണ നോക്കാം. അതായത് ബാറ്ററിയുടെ ആ ഒരു പവറും കൂടി നമ്മളിതിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. പാസ് അടിക്കുന്ന സമയത്ത് പാസ് സ്വിച്ച് വർക്കിംഗ് ആണ്. IBM ഇട്ടുണ്ട്. IBM ഇട്ട് കഴിഞ്ഞപ്പോൾ ദേ വർക്ക് ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് റൈറ്റ് ഇൻഡിക്കേഷൻ ഒക്കെ ഇടുന്ന സമയത്ത് അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അപ്പോൾ ഹോണ്ട ഭാഗം അത്രയും, അതായത് നമ്മൾ ഹോണ്ട ഏരിയ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ഇവിടെ നിന്ന് വേറെ തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ എഞ്ചിൻ ഏരിയ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എവിടെന്നെങ്കിലും, അതായത് ഹെഡ്, ഇതിൻ്റെ ഈ ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ ഹെഡ്, നമ്മുടെ ഹെഡിൻ്റെ അവിടെ നിന്ന് വല്ല ലീക്കേജ് അല്ലെങ്കിൽ നമ്മുടെ ബോട്ടം ഏരിയയിൽ നിന്ന് വല്ല ലീക്കേജ് കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ എങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഗ്യാസ്കറ്റ് അവിടേക്ക് നോക്കി, അതുപോലെ തന്നെ ഈ ഏരിയയിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊന്നും ലീക്കൊന്നുമില്ല. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ചൊരു ചെറിയൊരു ലീക്ക് പോലെയുണ്ട്. പക്ഷെ അത് ഞാൻ നോക്കി ഇങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ ഇവിടെ നിന്ന് കിട്ടുന്നതാണോ എന്ന് നോക്കി. പക്ഷേ ഈ ഭാഗത്തുനിന്ന് ഈ എവിടെ നിന്നുള്ള ലീക്കൊന്നും അല്ലാട്ടോ വരണേ. നമ്മുടെ ഈ ഒരു ചെയിൻ ലൂബ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഗിയർ ഓയിലേക്കും കൂടുതൽ ഒഴിച്ച് എൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. അതുപോലെ ഈ ഭാഗം മാത്രമല്ല നമ്മൾ നോക്കണ്ട, അപ്പുറത്തെ സൈഡും എല്ലായിടത്തും നമ്മൾ തറോലി ചെക്ക്. പിന്നെ വണ്ടി ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെൻറ്റ്, സ്ക്രാച്ച്, കാരണം ഈ ഏരിയയിലേക്കും അൺവാണ്ടഡ് വെൽഡൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. എപ്പോഴെങ്കിലൊക്കെ അൺവാണ്ടഡ് വെൽഡിങ് ഉണ്ടോ, അതുപോലെ റീപെയിന്റിങ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇനി നമ്മൾ ബ്രേക്ക് സിസ്റ്റത്തിന്റെ ഏരിയ നോക്കണമെങ്കിൽ ഞാൻ ബ്രേക്ക് സിസ്റ്റിന് തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രേക്ക് സിസ്റ്റിന് തൊട്ടടുത്തിരിക്കാൻ കാരണം വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് നല്ല രീതിയിൽ കാണാനാണ്. അപ്പം ഈ ഒരു ഡിസ്കിന്റെ ഇതിൽ നമ്മൾ ജസ്റ്റ് കൂടെ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉരയ്ക്കുക. നമ്മുടെ കൈ കൊണ്ട് ഉരയ്ക്കുമ്പോൾ ഈ ഒരു ബെയറിംഗ് എന്ന് പറയുന്നത് ഈക്വൽ അല്ലാണ്ട് ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ഉരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തടവണ സമയത്ത് നമുക്ക് മനസ്സിലാവും എവിടെയെങ്കിലും ഒരു ചെറുതായിട്ട് ഇങ്ങനെ ആ ഒരു ലൈൻസ് പൊന്തി നിൽക്കുക അല്ലെങ്കിൽ താന്ന് നിൽക്കുക, ഇങ്ങനെ നോക്കുന്ന സമയത്ത് അറിയാം. അപ്പം
അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയാണ്. കാരണം വെച്ചാൽ നമ്മൾ ഈ ഒന്നില്ലെങ്കിൽ ഡിസ്ക് മാറേണ്ടി വരും അല്ലെങ്കിൽ ലൈറ്റ് കൊടുത്തിട്ട് ഇത് കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ പാർട്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു ഡിസ്ക് ഉണ്ടല്ലോ, ഡിസ്ക്, കാലിപ്പർ പാഡ്, ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഡാമേജ് വന്നിട്ട് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് എക്സാക്റ്റ് പാർട്ട് ഏതൊരു വാഹനത്തിൻ്റെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പാർട്ട് നമ്പർ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം അത് ഏത് ഷോറൂമിലാണ് ചെല്ലുന്നത് അവിടെ ചെന്നതിന് ശേഷം വാങ്ങുക. എന്നിട്ട് അത് ഇട്ട് നോക്കിയിട്ട് സെറ്റ് ആവണുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കാരണം ഏത് മോഡലാണെന്ന് പറയണം, അതേപോലെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് വേണം നമ്മൾ വണ്ടിയുടെ ഓരോ പാർട്ടുകൾ വാങ്ങാൻ. കാരണം പാർട്സിനൊക്കെ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫ്രണ്ടിലെ ഏരിയയെ നോക്കി ഇവിടെ പ്രശ്നമില്ല, റിയർ സൈഡിൽ ഞാൻ നോക്കിയായിരുന്നു, അപ്പോൾ അവിടെയും കുഴപ്പമൊന്നുമില്ല. പിന്നെ ബ്രേക്കിംഗ് എങ്ങനെയുണ്ടെന്നുള്ളത് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ കാലിപ്പറൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് ഒന്ന് റീസെറ്റ് ചെയ്ത് വെക്കുക. കൂളൻ്റിൻ്റെ ഒക്കെ ലെവൽ മാക്സിമം ആണോ, അതല്ല ലീക്ക് ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ ഞാൻ നോക്കി കഴിഞ്ഞപ്പം ഇതിപ്പോൾ നമ്മൾ ചെരിച്ചാൽ വെച്ചേക്കണേ, പക്ഷെ നമ്മൾ എന്തൊരു കാര്യം നോക്കുന്ന സമയത്തും എങ്ങനെ നമ്മുടെ സർഫേസിൽ കറക്റ്റായിട്ട് സെൻറ്ററിലാക്കി വെച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ലെവലുകളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂളൻ്റിൻ്റെ ലെവൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് മിനിമത്തിനോട് തൊട്ട് മേലെയാണ് നിൽക്കണേ. ഇതിപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഇങ്ങനെ കാണാം. അതായത് ഈ മാക്സിമത്തിൽ എപ്പോഴും നമ്മൾ ആ ഒരു കൂളൻ്റ് ആയാലും എഞ്ചിൻ ഓയിൽ ആയാലും ഗിയർ ഓയിൽ ആയാലും എല്ലാം നമ്മൾ എപ്പോഴും മാക്സിമത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സസ്പെൻഷൻ സിസ്റ്റംസ് ആണ്. അതായത് ഫ്രണ്ടിലത്തെയും റിയർ സൈഡിലെ സസ്പെൻഷൻ സിസ്റ്റം. ഫ്രണ്ടിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ കൈ കൊണ്ട് ജസ്റ്റ് വന്നിട്ട് ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ ആക്കി നോക്കുക. അപ്പോൾ ആക്കണ സമയത്ത് നമുക്ക് ചെറുതായിട്ട് എവിടെയെങ്കിലും ഓയിലിൻ്റെ പ്രസൻസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് എവിടെന്നെങ്കിലും ഒരു പണി കിട്ടിയിട്ടുണ്ടെന്ന്. ചില സമയത്ത് നമുക്ക് ഒന്നും കാണില്ല, ചെറുതായിട്ട് വണ്ടി പോകുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു റൗണ്ട് റിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ റിങ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ആ ഒരു ഇവിടുത്തെ ഇങ്ങനെ വാഷുകളൊക്കെ ഉണ്ട്, നമുക്ക് സ്പ്രിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ഒരു റിങ്ങുകൾ, ആ റിങ്ങുകൾക്കൊക്കെ എന്തെങ്കിലും ചെറിയ ഡാമേജസോ അങ്ങനെ ഇപ്പോൾ കുറേ വർഷങ്ങളൊക്കെ ആയിട്ടുള്ള വണ്ടിയാണെങ്കിൽ ആ ഒരു സ്പ്രിങ്ങോ വാഷിനൊക്കെ എന്തെങ്കിലും ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടായിരിക്കാം ആ ഒരു ലീക്ക് ഉണ്ടാവണം. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ അത് ശരിയാവും. അപ്പം ഇവിടുത്തെ ഈ നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ ഫോർക്കിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സസ്പെൻഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇതിന്ന് നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും കണ്ടില്ല. നമുക്ക് റിയർ സൈഡിൽ വരുന്നത് ഇവിടെ മൾട്ടി സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സസ്പെൻഷൻ വരുന്നത്. ഇവിടെ നമുക്ക് പ്രത്യേക തരത്തിലുള്ള ആ ഒരു ലീക്കോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിനൊന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ അപ്പുറത്തെ പോയി ഒരു പരിപാടി ഒപ്പിക്കാനാണ് പോണേ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നമുക്ക് അപ്പുറത്ത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് എഞ്ചിനൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നോർമൽ കണ്ടീഷനിൽ നിൽക്കണേ. അപ്പോൾ ഇപ്പോഴും ഇത് വർക്കിംഗ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഞാൻ കാര്യം പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും കാണാനില്ലല്ലോ, ജസ്റ്റ് ഓഫ് ചെയ്തിട്ട് പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇപ്പോഴും ഒന്നും കാണാനില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഒരു തരത്തിലുള്ള സ്മോക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതിന് കാണാൻ പറ്റില്ല. പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള സ്മോക്കാണ് ഇതിനുള്ളിൽ നിന്ന് നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതൽ. വണ്ടിക്ക് ഒരു പണി വരണമെങ്കിൽ ഒന്നാമത്തെ വൈറ്റ് സ്മോക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വണ്ടി എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് വരുന്നത് ബ്ലാക്ക് സ്മോക്ക്. അതായത് നമ്മുടെ എയർ ഫിൽറ്റർ ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അതായത് നമുക്ക് പ്രൈമറി എയർ ഫിൽറ്റർ ഉണ്ടാവും, ചില വണ്ടികൾ നമുക്ക് സെക്കൻഡറി എയർ ഫിൽറ്റർ ഉണ്ടാവും. അപ്പോൾ ആ രണ്ട് എയർ ഫിൽറ്ററുകളും നമുക്ക് ചേഞ്ച് ചെയ്യാറായിട്ടുണ്ടെന്നുള്ള ഒരു സിമ്പിളാണ് നമുക്കൊരു ബ്ലാക്ക് സ്മോക്ക് വരാന്നുണ്ടെങ്കിൽ നമ്മുടെ എയർ ഫിൽറ്റർ മാറണം. വൈറ്റ് സ്മോക്ക് ആണെങ്കിൽ ആ വണ്ടി എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, വേറെ തരത്തിലുള്ള പുകയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ആ വണ്ടി എടുക്കാൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ലൂബിംഗ് ഒക്കെ ചെറുതായിട്ട് കുറവുണ്ട്. ഈ ഒരു ഭാഗം നോക്കണ സമയത്ത് ഞാൻ അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഇച്ചിരി നല്ല രീതിയിൽ ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ആ ഏരിയ സെറ്റ് ആവും. വേറെ പ്രോബ്ലംസ് ഒന്നും ഈ ഒരു ഏരിയയിൽ നിന്ന് എനിക്ക് നോക്കിയിട്ട് കാണാനില്ല. പിന്നെ ഇവിടെയും സ്ക്രാച്ചസോ അതുപോലെ ചെറിയ ഡെൻറ്റോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള കാര്യങ്ങളൊന്നും കണ്ടില്ല. വേറെ റീപെയിന്റിങ് അങ്ങനെ സ്ക്രാച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല കേട്ടോ. അടുത്തൊരു പോയിന്റാണ് നമ്മുടെ ഡോക്യുമെന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ട് നമ്മുടെ RC അതുപോലെ PC പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ഇൻഷുറൻസ്. ഒരു വണ്ടിയുടെ നമ്പർ അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സൈറ്റിൽ പരിവാഹൻ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കാം. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്. അതും കഴിയാറായിട്ടുണ്ടോ, അതിന് എത്ര ആൾ ബാലൻസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. വാഹനത്തിൻ്റെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി നോക്കുക, അതുപോലെ ഇൻഷുറൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യും. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കിലോമീറ്റർ. അതായത് ഈ ഒരു വാഹനത്തിന്റെ കിലോമീറ്റർ നോക്കണമെങ്കിൽ 17,244 കിലോമീറ്റർ ആയിട്ട്. അതൊരു നോർമൽ ആയിട്ടുള്ള ഒരു കിലോമീറ്റർ. കാരണം 2 വർഷം കൊണ്ടാണ് ഈ ഒരു 17,244 കിലോമീറ്റർ അയക്കണത്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു തോന്നുന്നു 17,244. ഈ ഒരു വണ്ടിയുടെ ലുക്കും അതുപോലെ തന്നെ ആ ഒരു കിലോമീറ്റർ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഓക്കെയാണ്, കുഴപ്പമില്ല. ചില വണ്ടിയുടെ നമുക്ക് ഒരു 3 വർഷമായിട്ട് അത് ഓടിയേക്കുന്നത് ചിലപ്പോൾ 1,000-2,000 കിലോമീറ്റർ ഒക്കെ ആണെങ്കിൽ നമ്മൾ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ചിലപ്പോൾ ചില വാഹനങ്ങൾ അങ്ങനെ ഉണ്ടാവും. കാരണം ഈ ഒരു വണ്ടി എടുത്തിട്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ചിലപ്പോൾ ഇവിടെ ഓടിക്കാൻ ആൾക്കാരില്ലാണ്ടാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു 1000 കിലോമീറ്റർ 2000 കിലോമീറ്റർ ഓടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാർ എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ, കാരണം അവൻ വണ്ടി എടുത്തു വന്നിട്ട് അവനൊരു പോക്ക് പോയി. ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ആകെ ഒരു 3000 കിലോമീറ്റർ ഓടിയുള്ളൂ. വണ്ടി എടുത്തിട്ട് 2 കൊല്ലമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വണ്ടികൾ ഉണ്ടാവും. അങ്ങനെയുള്ള വണ്ടികൾ കിട്ടുവാണെങ്കിൽ ലക്ക്. പക്ഷേ ഇത് 17,000 ഓടിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇത് ലുക്ക് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് ഈ ഒരു 17,000 ഇത് ഓക്കെയാണ്.
എഞ്ചിൻ കണ്ടീഷൻ ചെക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാലോ ഒരു വാഹനത്തിന്റെ സൗണ്ട് എങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മളിതിങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള സൗണ്ടുകൾ, നോർമൽ കണ്ടീഷൻ അല്ലാത്ത എന്തെങ്കിലും ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് അടുത്ത് പറയാം എന്തിൻ്റെയാണെന്നുള്ളത്. അതൊക്കെ റെക്ടിഫൈ ചെയ്ത് അവർ തരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ടി വിടുന്നതായിരിക്കും നല്ലത്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ആക്കണേ, പഠിക്കുന്നു. അപ്പോൾ ഇത് ആ നോർമൽ കണ്ടീഷനിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ. വേറെ സൗണ്ടുകൾ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ഞാൻ എന്നാലും ത്രോട്ട്ലിംഗ് ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഇതിന് വേറെ, അതായത് എൻജിൻ്റെ സൗണ്ട് അല്ലാണ്ട് വേറെ തരത്തിലുള്ള, അതായത് വേറെ ഈ ടാപ്പറ്റ് അടിക്കുന്ന സൗണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിന് കേട്ടിട്ടില്ല. അതായത് ഇതിൻ്റെ എൻജിൻ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ബാക്കിത്തെ വിശേഷങ്ങളൊക്കെ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെയുണ്ട്, ക്ലച്ച് പിടിക്കുമ്പോൾ എങ്ങനെയുണ്ട്, ബ്രേക്ക് എങ്ങനെയുണ്ട്, വീൽ അലൈൻമെൻറ്റ് എങ്ങനെയുണ്ട്, നമ്മുടെ സിസ്റ്റം ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ പോലെ തന്നെ നമുക്ക് സസ്പെൻഷൻ സിസ്റ്റം ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് റൈഡിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഏറ്റവും ലാസ്റ്റാണ് ടെസ്റ്റ് റൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ടെസ്റ്റ് റൈഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഇങ്ങനത്തെ ഒരു ഹാഫ് സൈസ്ഡ് ഹെൽമെറ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഹാഫ് സൈസ്ഡ് ഹെൽമെറ്റ് എടുക്കും വേണം, വെറുതെ വെച്ചാൽ പോരാ, നല്ല രീതിയിൽ ഇങ്ങനെ വെക്കുക, നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെക്കുക. നമ്മളെപ്പോഴും ഒരു വണ്ടി ഓടിക്കുന്ന സമയത്തും നമ്മുടെ റൈഡിങ് ഗിയേഴ്സ് മസ്റ്റ് ആയിട്ട് ധരിക്കണം. അതിപ്പോൾ ഈ ഒരു ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ വെക്കാൻ മറന്നു കഴിഞ്ഞാൽ പോലും അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എന്തായാലും ഒരു ഹെൽമെറ്റ് വെക്കാൻ ടെസ്റ്റ് റൈഡ് എന്നല്ല, വണ്ടി എടുത്തിട്ട് പുറത്തേക്ക് പോകരുത്. ഞാൻ ഇത് ഓടിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ അവിടെ വന്നിട്ട് ഷെയർ ചെയ്യണേ. ഒന്നെടുത്ത് നോക്കട്ടെ. അത്യാവശ്യം നല്ല രീതിയിൽ ക്ലച്ച് നമുക്ക് ടൈറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗിയർ ഷിഫ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു ടൈറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ലൂബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് റെഡി ആവുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്ലേസിൽ നിന്ന് നമ്മളൊന്ന് പുറത്ത്, ഇപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു റഫായിട്ടുള്ള ഏരിയയാണ്. നമുക്ക് ചരലുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഇങ്ങനെ പാറകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അവിടെ നിന്ന് പതുക്കെ നമ്മൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഹൈവേയിലേക്ക് കയറണം. അപ്പോൾ ഇത് പോക്കറ്റ് റോഡ് കേട്ടോ. അപ്പോൾ പോക്കറ്റ് റോഡിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറണം. അപ്പോൾ എനിക്കൊരു കാര്യം ഫസ്റ്റ് തന്നെ പറയാനുണ്ട്, നമ്മളിത് ഫസ്റ്റ് ടൈമായിട്ട് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വാഹനമായിട്ട് ഒന്ന് കുറച്ച് 2-3 ദിവസം ഒന്ന് നോക്കി ഇവനെ ഒന്ന് മെരുക്കിയിട്ട് മാത്രം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുക. കാരണം ഒരു 150cc സെഗ്മെൻറ്റിൽ വണ്ടി എടുക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഡോമി 250 ആയാലും 400 ആണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ഗിയറൊക്കെ ഇടുമ്പോഴേക്കും ബും ബും എന്നിട്ട് കയറി പോകുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്ക് ക്ലച്ചിൻ്റെ ഭാഗം കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഗിയർ ഷിഫ്റ്റ് ഇടുമ്പോൾ എന്തോ ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ആക്സിലേറ്ററിൻ്റെ അവിടെയും വലിയൊരു പിടുത്തമല്ല, എന്നാലും ചെറിയൊരു ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അതായത് ചെറുതായിട്ടൊരു പിടുത്തം പോലെ. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്കിങ് ഒരു നമുക്കറിയാമല്ലോ, എൻജിൻ ബ്രേക്കിംഗ് ആണ് മോസ്റ്റ്ലി നമ്മൾ ഈ ഒരു വാഹനങ്ങളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. ഏറ്റവും കൂടുതൽ നമുക്ക് ബ്രേക്കിംഗ് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ നിന്നും പിന്നെ റിയർ സൈഡിൽ നിന്ന് ഒരു 30% അത്രയ്ക്കും പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ എനിക്ക് വലിയ തരത്തിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. എങ്കിൽ തന്നെ നമ്മുടെ റിയർ സൈഡിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ പിലേണ് അതൊരു പ്രോബ്ലം ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള അടി നമുക്ക് റിയർ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെയും കുറച്ച് ഇതുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് സസ്പെൻഷൻ നമുക്ക് റിയർ സൈഡിലൊക്കെ കിട്ടുന്ന നമുക്ക് മൾട്ടി സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയ സസ്പെൻഷനാണ്. അപ്പോൾ അത് നമുക്ക് നമ്മുടേതായ ആ ഒരു ലെവലനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ടയറിലെ പ്രഷറിൻ്റെ ഇൻഡെക്സ് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മുടെ ഇഷ്ടം എങ്ങനെയാണ് അതനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ആ ബാലൻസിങ് വീൽ അലൈൻമെൻറ്റിൽ കാര്യങ്ങളൊന്നും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കൈയൊക്കെ എടുക്കുമ്പോഴായാലും നമുക്ക് വേറെ തരത്തിലുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. നല്ല രീതിയിൽ സ്മൂത്തായിട്ട് വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വൈബ്രേഷൻ, നമ്മുടെ കൈമിൽ കിട്ടുന്ന അടി, അതുപോലെ തന്നെ സസ്പെൻഷൻ സിസ്റ്റത്തിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു ഇത്, അതുപോലെ നമ്മുടെ ബ്രേക്കിങ്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് നമ്മുടെ ഒരു പുലിക്കോട്ട്. ഇതിൽ ഇച്ചിരി നമ്മുടെ ടയറിലുള്ള എയർ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നി. ആ ചെറിയൊരു വൈബ്രേഷൻ കൈമിക്കും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രണ്ടിൽ നിന്നുണ്ടായിരുന്നു, റിയർ സൈഡിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് അത്ര അങ്ങോട്ട് സ്മൂത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അതുപോലെ ക്ലച്ച് ഇച്ചിരി ടഫായിട്ട് എനിക്ക് തോന്നി. ടഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റഫായിട്ടല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ചെറുതായിട്ട് ഒരു ചെറിയൊരു ഇത് കണ്ടോ അവിടെ
ഇവിടെ പിടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു ലൂബ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തേക്കണേ. റിയർ സൈഡും ഫ്രണ്ട് സൈഡിലും ബ്രേക്ക് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 150 cc കൂടുതലുള്ള ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എഞ്ചിൻ ബ്രേക്കും കൂടി നിങ്ങളൊന്ന് ശീലിക്കുക. അതായത് നമുക്ക് ബ്രേക്ക് ഇല്ലെങ്കിൽ നമ്മുടെ എഞ്ചിൻ ബ്രേക്കിംഗ് കൊണ്ട് നമുക്ക് വണ്ടി നിർത്താനായിട്ട് സാധിക്കണം. എനിക്ക് ഇവിടെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു ലിവർ കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ റിയർ സൈഡിൽ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമ്മൾ അത്യാവശ്യം സ്പീഡിലേക്ക് പോയിട്ട് പിടിക്കണമെങ്കിൽ നമ്മൾ എഞ്ചിൻ ബ്രേക്ക് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിൽ കിട്ടാൻ ചാൻസ് ഇച്ചിരി കുറവാണ്. ഓക്കെ, അപ്പോൾ അതാണ് ബ്രേക്കിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യം പറയാം. എനിക്ക് സീറ്റ് എനിക്ക് അത്രയ്ക്കും ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു സീറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. അതായത് ഈ റിയർ സൈഡിൽ നമ്മുടെ സീറ്റ് ഉണ്ടല്ലോ, അപ്പം ഞാനിവിടെ ഇരുന്ന് ഓടിക്കണോ എനിക്ക് നല്ല കംഫർട്ട് ആയിരിക്കും. പക്ഷേ റിയർ സൈഡിൽ ഇരിക്കുന്ന ആളുടെ തണ്ടലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കിടുകിടുകിടുന്ന് വളരെ ചാൻസ് ഉണ്ട്. അതായത് ഇച്ചിരി ഹാർഡായിട്ട് തോന്നി ഇവിടെ ഈ ഒരു ഏരിയ കേട്ടോ, ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതായത് ഇവിടെ നമുക്ക് മോണോഷോക്ക് വരുന്നുണ്ട്, പക്ഷേ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണോഷോക്കിൻ്റെ ഒരു എൻ്റെ തന്നെയാണ് ഇവിടെയും വരുന്നത്. പക്ഷേ ഇവിടെ ഇച്ചിരി ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സസ്പെൻഷൻ്റെ കാര്യത്തിൽ ഫ്രണ്ടിൽ നമുക്ക് കുറച്ചുകൂടി ആ എയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നുകൂടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്തതിന് സെറ്റാവും. പിന്നെ ഇവിടെ നമ്മൾ ഈ ഒരു മൾട്ടി സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഷോക്ക് അബ്സോർബറാണ് വന്നേക്കണം. അപ്പോൾ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു സസ്പെൻഷൻ്റെ കേസൊക്കെ റെഡി ആവുന്നതായിരിക്കും. ഇനി എഞ്ചിൻ സൈഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല എന്ന് ഞാൻ പറയില്ല. നമ്മുടെ ഡോമിനാർ 400നെ അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നിസ്സാരം ഒരു 100-100 ചില്ലായിരം രൂപ cc-യുടെ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അത് ഇവിടെ നമുക്ക് ഉണ്ട്. പക്ഷേ എന്നിരുന്ന് കഴിഞ്ഞാലും ഒരു 150 cc വണ്ടി ഓടിച്ചിട്ട് ആണ് നമ്മൾ 250ക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ വേറൊരു കേസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് ആണ്. നിങ്ങൾ ഇത് അറിയാം, അതായത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു നമുക്ക് ഒടി എന്ന് പറയും. നമ്മളിപ്പോൾ ഈ ഒരു കാര്യം പറയുന്നത് ഹാൻഡിലിൻ്റെ ഒടി ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒടിക്കൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പാഷൻ പ്രോയും യൂണിക്കോൺ അതൊക്കെ ഓടിക്കണ പോലെ നമ്മൾ ഒടിക്കുകയാണെന്നുണ്ടെങ്കിൽ തല അടിച്ച് നിലത്ത് വീഴും. അതായത് പെട്ടെന്ന് നമ്മൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. വെയിറ്റ് കൂടുതലാണ്, നമ്മുടെ കാലിന് കംപ്ലൈൻറ്റ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ നോക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൈ ഈ രണ്ടും ഒരു അത്യാവശ്യം ലോങ് ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഗ്ലൗസുകളൊക്കെ ഇടാം, ഇല്ലെങ്കിൽ നമ്മുടെ ഇവിടേക്ക് 2-3 നല്ല പാടുകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ടോട്ടലി ഇത് കുഴപ്പമില്ല, നേരായ വണ്ടി കിട്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ അവൻ്റെ അടുത്ത് എടുത്തോളാൻ പറയുന്നത്. വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കേണ്ടി വന്നേക്കണ വില എത്രയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് പറയാം. 2021 മിഡ് റേഞ്ച് ആയിട്ടുള്ള ഡോമിനാർ 250 ആണ്. ഡോമി എന്നും ഡോമി തന്നെയാണ്, അതിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഈ ചെറിയ ചെറിയ പോരായ്മകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ തന്നെയാട്ടോ നമ്മുടെ ഡോമി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ, അതായത് നമ്മൾ പഴയൊരു വണ്ടി വാങ്ങാനായിട്ട് പോകുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്ന നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ഡാർവിൻ സൈനിങ് ഓഫ്.